നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ടോപ്പിക് സബ്ജക്റ്റ് പ്ലസ് പ്ലീസ്. നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു വേണമെന്നിരിക്കട്ടെ, അപ്പോൾ ആ വസ്തുവിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം പ്ലീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രചാരമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഗിവ് മീ യുവർ അഡ്രസ് എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം യുവർ അഡ്രസ് പ്ലീസ് എന്ന് പറയുന്നതാണ് നല്ലത്. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ദ ഫസ്റ്റ് വൺ, ദിസ് വേ പ്ലീസ്. ഇതിൻ്റെ മലയാളം ഇതിലേ പോയാൽ മതി. സെക്കൻഡ് വൺ, യുവർ നെയിം പ്ലീസ്. താങ്കളുടെ പേര് പറയുക. തേർഡ് വൺ, യുവർ ഫോൺ നമ്പർ പ്ലീസ്. നിങ്ങളുടെ മേൽവിലാസം ഒന്ന് പറയൂ ഓർ തരൂ. ഫോർത്ത് വൺ, യുവർ ക്വാളിഫിക്കേഷൻ പ്ലീസ്. താങ്കൾ എത്ര വരെ പഠിച്ചു. ഫിഫ്ത്ത് വൺ, സം മോർ വാട്ടർ പ്ലീസ്. കുറച്ചു വെള്ളം കൂടി തരൂ. നമ്പർ 6, 2 ടിക്കറ്റ്സ് ടു എറണാകുളം പ്ലീസ്. എറണാകുളത്തിന് 2 ടിക്കറ്റ് വേണം. സെവൻത്ത് വൺ, എ ഷീറ്റ് ഓഫ് പേപ്പർ പ്ലീസ്. ഒരു ഷീറ്റ് പേപ്പർ വേണം. എയ്ത്ത് വൺ, എനിത്തിങ് എൽസ് പ്ലീസ്. മറ്റെന്തെങ്കിലും വേണോ പറഞ്ഞാലും. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കുറേ കൂടി ടിപ്സ് പറഞ്ഞു തരാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.